Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പഴയ കെട്ടിടത്തിന്റെ പിൻവശത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയത് വെറും പ്രഹസന സമരമാണെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ. പഴയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പിൻവശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഇതിനകം തന്നെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലായി ഇവിടെ സമ്പൂർണ്ണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതുമാണ്. നിലവിൽ പരാതിക്ക് കാരണമായ പഴയ ബാത്റൂം ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒന്നാണെന്നും ഇതിനു പകരം ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകൾ പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ അത് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. യാഥാർത്ഥ്യം ഇതായിരിക്കെ പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന മികച്ച വികസന പ്രവർത്തനങ്ങളെ കരിവാരിത്തേക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം നാടകീയമായ സമരങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നും പ്രതിപക്ഷം പിന്മാറണമെന്നും പ്രഭിത ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇത് നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പഴയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ പ്രതിഷേധ സമരം വെറും പ്രഹസനീയമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പിൻവശത്ത്, പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്ത് കുറച്ച് വൃത്തികേടായിട്ട് തന്നെയാണ് പരിസരം കിടന്നിരുന്നത്. അത് നമ്മൾ കാണുകയും അത് വൃത്തിയാക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വൃത്തിയാക്കാമെന്ന് ഉദ്യോഗസ്ഥർ മറ്റ് തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വൃത്തിയാക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷാംഗങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. You are watching VCV News.